നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആലപ്പുഴ പഴയ നടക്കാവ് റോഡിൽ തെരുവുനായ്ക്കൾ രൂക്ഷമായിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ കടലാസിൽ മാത്രമായതായി നാട്ടുകാരുടെ ആക്ഷേപം. നിത്യേന നൂറുകണക്കിന് വിദ്യാർത്ഥികളടക്കം കാൽനടയായും അല്ലാതെയും യാത്ര ചെയ്യുന്ന റോഡിലാണിപ്പോൾ തെരുവുനായ്ക്കൾ ഭീഷണിയായി നിൽക്കുന്നത്. നിർധനരും നിലാരംബരുമായ കുടുംബത്തിന് തലചായ്ക്കാൻ കെട്ടുറപ്പുള്ള വീട് വെച്ച് നൽകി പ്രവർത്തകർ രംഗത്ത്. മുസ്ലിം ലീഗ് പുന്നപ്ര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പുന്നപ്ര സ്വദേശി യൂസഫ് കുഞ്ഞിന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകിയത്. ലീഗ് ജില്ലാ ട്രഷറർ കമാലം മാക്കിയിൽ പുതിയ ഗൃഹത്തിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി. ആലപ്പുഴ പുന്നമടയിലെ ഹൗസ് ബോട്ട് ടൂറിസം സംരക്ഷിക്കാൻ സർക്കാർ നടപടി കൈക്കൊള്ളണമെന്ന പ്രമേയവുമായി CPI ആലപ്പുഴ ജില്ലാ കോടതി ലോക്കൽ സമ്മേളനം നടത്തി. CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് വി മോഹൻദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി എൻ ഷജീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പോസിറ്റീവ് കമ്മ്യൂൺ വാരാഘോഷത്തിന്റെ ഭാഗമായി ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. പോസിറ്റീവ് കമ്മ്യൂൺ ആലപ്പുഴ ചാപ്റ്ററിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തകനായ ആലപ്പുഴ സ്വദേശി നൌഷാദ് അത്താഴക്കൂട്ടത്തെ വീട്ടിലെത്തി ആദരിച്ചത്. ജാതിമത ഭേദമന്യേ തന്റെ പ്രദേശത്തെ നൂറുകണക്കിന് ജനങ്ങൾ കത്താണിയായി മാറിയ ജീവകാരുണ്യ പ്രവർത്തകൻ PA ഷറഫുദ്ദീനെ ആദരിച്ചു. പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന പദ്ധതിയുടെ ഭാഗമായി മത്സ്യമേഖലയിലെ ഗുണഭോക്താക്കളുടെ രജിസ്റ്റർ തയ്യാറാക്കുന്ന അപേക്ഷ സമാഹരണത്തിനുള്ള ജില്ലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. HSLM MLA ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ആലപ്പുഴ പഴയ നടക്കാവ് റോഡിൽ തെരുവുനായ്ക്കൾ രൂക്ഷമായിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ കടലാസിൽ മാത്രമായതായി നാട്ടുകാരുടെ ആക്ഷേപം. നിത്യേന നൂറുകണക്കിന് വിദ്യാർത്ഥികളടക്കം കാൽനടയായും അല്ലാതെയും യാത്ര ചെയ്യുന്ന റോഡിലാണിപ്പോൾ തെരുവുനായ്ക്കൾ ഭീഷണിയായി നിൽക്കുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴ പഴയ നടക്കാവ് റോഡിൽ തെരുവുനായ്ക്കൾ രൂക്ഷമായിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ കടലാസിൽ മാത്രമായതായി നാട്ടുകാരുടെ ആക്ഷേപം. നിത്യേന നൂറുകണക്കിന് വിദ്യാർത്ഥികളടക്കം കാൽനടയായും അല്ലാതെയും യാത്ര ചെയ്യുന്ന റോഡിലാണ് ഇപ്പോൾ തെരുവുനായ്ക്കൾ ഭീഷണിയായി നിൽക്കുന്നത്. പുന്നപ്ര പോലീസ് സ്റ്റേഷന് കിഴക്ക് നടക്കാവ് റോഡിൽ മാത്രം 50-ലധികം തെരുവുനായ്ക്കളാണ് 3-4 കൂട്ടമായി നിന്ന് യാത്രക്കാർക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. തെരുവുനായ്ക്കളുടെ ആക്രമണം ഏതു സമയവും ഉണ്ടാകുമെന്ന ഭയത്തോടെയാണിപ്പോൾ പ്രദേശവാസികൾ ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത്. സൂര്യാസ്തമയത്തിന് ശേഷം കൂട്ടം കൂടി നിൽക്കുന്ന തെരുവുനായ്ക്കൾ റോഡിന് കുറുകെ ചാടി ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നതും ഇവിടെ പതിവാണെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് സംബന്ധിച്ച് നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ ആക്ഷേപം ഉന്നയിക്കുന്നു. പരാതി അറിയിച്ചിട്ടും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകാത്ത സ്ഥിതി കൊണ്ട് തന്നെ ജില്ലാ കളക്ടർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണിപ്പോൾ പ്രദേശത്തെ വ്യാപാരികളും പ്രദേശവാസികളും. ന്യൂസ് സ്റ്റാർ ന്യൂസ് ആലപ്പുഴ. നിർധനരും നിരാലംബരുമായ കുടുംബത്തിന് തലചായ്ക്കാൻ കെട്ടുറപ്പുള്ള വീട് വെച്ച് നൽകി പ്രവർത്തകർ രംഗത്ത്. മുസ്ലിം ലീഗ് പുന്നപ്ര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പുന്നപ്ര സ്വദേശി യൂസഫ് കുഞ്ഞിന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകിയത്. ലീഗ് ജില്ലാ ട്രഷറർ കമാലം മാക്കിയിൽ പുതിയ ഗൃഹത്തിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി. നിർധനരും നിരാലംബരുമായ കുടുംബത്തിന് തലചായ്ക്കാൻ വീട് വെച്ച് നൽകി മാനുഷിക മൂല്യത്തിന്റെ ഉദാത്ത മാതൃക തീർത്ത് പ്രവർത്തകർ രംഗത്ത്. മുസ്ലിം ലീഗ് പുന്നപ്ര പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെയും നേതൃത്വത്തിലാണ് പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ 8-ാം വാർഡിൽ ബ്രദേഴ്സ് മൻസിലിൽ യൂസഫ് കുഞ്ഞിന്റെ കുടുംബത്തിന് 14 ലക്ഷം രൂപ ചെലവിൽ വീട് വെച്ച് നൽകിയത്. ഞായറാഴ്ച നടത്തിയ ലളിതമായ ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗവും ആലപ്പുഴ ജില്ലാ ട്രഷററുമായ കമാലം മാക്കിയിൽ വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി. തുടർന്ന് നടത്തിയ യോഗം കമാലം മാക്കിയിൽ ഉദ്ഘാടനം ചെയ്തു. അങ്ങ് വയനാട്ടിലെ ചൂരൽമലയിൽ ഈ അടുത്ത കാലത്തുണ്ടായ ആ ദൗർഭാഗ്യകരമായ പ്രകൃതി ദുരന്തം, ആ ദുരന്തത്തിൽ ആ ദുരന്ത ഭൂമിയിലേക്ക് ഓടിയെത്തിയ ആളുകൾ ആരാണ് എന്ന് ചോദിച്ചാൽ, ആ ദുരന്ത ഭൂമിയിൽ ഇന്നും അവിടെ സാമൂഹ്യ പ്രവർത്തനം, കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ, ജാതിയോ മതമോ രാഷ്ട്രീയമോ വിഭാഗീയ ചിന്താഗതികളോ ഒന്നും നോക്കാതെ മനുഷ്യരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര്
അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഇത്തരം മേഖലകളിൽ ലോകത്താകമാനം പ്രവർത്തിക്കുന്ന അതിന്റെ ഒരു പോഷക ഘടകമാണ് KMCC. മുസ്ലിം ലീഗ് പുന്നപ്ര പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് യോഗത്തിൽ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം നൌഷാദ് സുൽത്താന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുന്നപ്ര മസ്ജിദുൽ സൽമ ചീഫ് ഇമാം CA നാസറുദ്ദീൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി നാസർ ബി താജ്, ജില്ലാ വർക്കിംഗ് കമ്മിറ്റി അംഗം നജ്മൽ ബാബു, ദക്ഷിണ മേഖല ജമാഅത്ത് അസോസിയേഷൻ പ്രസിഡന്റ് CA സലീം, BA ഗഫൂർ, നൌഷാദ് പള്ളിവളി എന്നിവർ സംസാരിച്ചു. ലീഗ് പുന്നപ്ര പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അബ്ദുൽ സമദ് ചടങ്ങിന് സ്വാഗതവും ട്രഷറർ ഷാനവാസ് നന്ദിയും പറഞ്ഞു. ആലപ്പുഴ പുന്നമടയിലെ ഹൗസ് ബോട്ട് ടൂറിസം സംരക്ഷിക്കാൻ സർക്കാർ നടപടി കൈക്കൊള്ളണമെന്ന പ്രമേയവുമായി CPI ആലപ്പുഴ ജില്ലാ കോടതി ലോക്കൽ സമ്മേളനം നടത്തി. CPI സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് V മോഹൻദാസ് സമ്മേളനത്തിന് ഉദ്ഘാടനം നിർവഹിച്ചു. ഏരിയ സെക്രട്ടറി N ഷിജീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇൻക്ലാബ് സിന്ദാബാദ് 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 ഇൻക്ലാബ് സിന്ദാബാദ് 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 CPI സിന്ദാബാദ് CPI സിന്ദാബാദ് CPI സിന്ദാബാദ് CPI സിന്ദാബാദ് രക്തസാക്ഷികൾ സിന്ദാബാദ് രക്തസാക്ഷികൾ സിന്ദാബാദ് രക്തപതാക സിന്ദാബാദ് രക്തപതാക സിന്ദാബാദ്. ലോകത്ത് തന്നെ ശ്രദ്ധാകേന്ദ്രമായ ആലപ്പുഴയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പുന്നമടയിലെ ഹൗസ് ബോട്ട് ടൂറിസം സംരക്ഷിക്കണമെന്ന് CPI ജില്ലാ കോടതി ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ടൂറിസത്തിന്റെ മറവിൽ ലഹരി ഉപയോഗം ഉൾപ്പെടെയുള്ള നിരവധി കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നതായും തന്മൂലം ടൂറിസം മേഖല തകർച്ചയിലേക്ക് പോകുമെന്നും അത് തടയാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഇടപെടൽ നടത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ കോടതി വാർഡിൽ പാളയത്തുപറമ്പിലെ M ദേവസ്യ നഗറിൽ സംഘടിപ്പിച്ച സമ്മേളനം CPI സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് V മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. തീരുമാനം ഇന്ത്യയിൽ BJPക്ക് എതിരായി വിശാലമായ ഒരു പ്രതിപക്ഷ ഐക്യനിര കെട്ടിപ്പടുക്കണം. അതിന് ഏറ്റവും മുന്നിൽ നിന്ന് CPI പ്രവർത്തിക്കണം എന്നുകൂടി തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്നു മുതൽ ഏതാണ്ട് 2022 മുതൽ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒരു ദേശീയ ബദൽ ഉണ്ടാക്കുവാനുള്ള പരിശ്രമത്തിന് CPI ആണ് മുൻകൈയെടുത്തത്. സ്വാഗത സംഘം ചെയർമാൻ V പ്രസന്നകുമാർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ കോടതി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി N ഷിജീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PK സദാശിവൻ പിള്ള, PSM ഹുസൈൻ, PP ഗീത, PK ബൈജു, KS ജയൻ, S രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം കൺവീനർ S സന്തോഷ് സ്വാഗതവും ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി നിജു തോമസ് നന്ദിയും പറഞ്ഞു. പോസിറ്റീവ് കമ്മ്യൂൺ വാരാഘോഷത്തിന്റെ ഭാഗമായി ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. പോസിറ്റീവ് കമ്മ്യൂൺ ആലപ്പുഴ ചാപ്റ്ററിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തകനായ ആലപ്പുഴ സ്വദേശി നൌഷാദ് അത്താഴക്കൂട്ടത്തെ ആദരിച്ചത്. പോസിറ്റീവ് കമ്മ്യൂൺ വാരാഘോഷത്തിന്റെ ഭാഗമായി ആദരിക്കൽ ചടങ്ങ് നടത്തി. പോസിറ്റീവ് കമ്മ്യൂൺ ആലപ്പുഴ ചാപ്റ്റർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോറത്തിന്റെ നേതൃത്വത്തിൽ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകനായ നൌഷാദ് അത്താഴക്കൂട്ടത്തെയാണ് വീട്ടിലെത്തി ആദരിച്ചത്. ആലപ്പുഴ ജനറൽ ആശുപത്രി കേന്ദ്രീകരിച്ച് 10 വർഷത്തിലധികമായി രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അത്താഴം നൽകുന്ന സേവനം മുന്നിൽ കണ്ടാണ് ആലപ്പുഴ സക്രിയ വാർഡ് സ്വദേശിയായ നൌഷാദ് അത്താഴക്കൂട്ടത്തെ ആദരവിനായി ഈ വർഷം തെരഞ്ഞെടുത്തതെന്ന് പോസിറ്റീവ് കമ്മ്യൂൺ ആലപ്പുഴ ചാപ്റ്റർ ചെയർമാൻ മനോജ് കൃഷ്ണേശ്വരി ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. എല്ലാ വർഷവും ഫെബ്രുവരി 13 നമ്മൾ ജന്മദിനം ആഘോഷിക്കുകയും അതിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ അറിയപ്പെടാതെ നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന വ്യക്തികളെ കണ്ടെത്തി അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യാറുണ്ട്. ഇത്തവണ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ശ്രീമാൻ നൌഷാദ് അത്താഴക്കൂട്ടമാണ്. അദ്ദേഹത്തെ ആലപ്പുഴയിൽ അറിയാത്ത ആരുമില്ലെന്ന് എനിക്ക് അറിയാം. 10 വർഷത്തോളമായിട്ട് ജനറൽ ആശുപത്രിയിൽ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും അത്താഴം സൗജന്യമായി നൽകി വരുന്ന അദ്ദേഹത്തെ ആദരിക്കാനാണ് ഇത്തവണ ഞങ്ങൾ കമ്മിറ്റി തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിപ്പോൾ ചെറിയ സംഘടനയുടെ ചെറിയൊരു സന്തോഷം പങ്കുവച്ചിട്ട് ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഇപ്പോൾ പോസിറ്റീവ് കമ്മ്യൂൺ ആലപ്പുഴ ചാപ്റ്റർ ജനറൽ കൺവീനർ രതീഷ് കുമാർ, വിമൻസ് ഫോറം ഡയറക്ടർ ആസിഫ ഖാദർ, ഷിജു വിശ്വനാഥ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജാതിമത ഭേദമന്യേ തന്റെ പ്രദേശത്തെ നൂറുകണക്കിന് ജനങ്ങൾക്ക് അത്താണിയായി മാറിയ ജീവകാരുണ്യ പ്രവർത്തകൻ PA ഷറഫുദ്ദീനെ ആദരിച്ചു. ജാതിമത ഭേദമന്യേ തന്റെ പ്രദേശത്തെ നൂറുകണക്കിന് ജനങ്ങൾക്ക് അത്താണിയായി മാറിയ ജീവകാരുണ്യ പ്രവർത്തകൻ PA ഷറഫുദ്ദീനെ ആദരിച്ചു.
CPI പുന്നപ്ര ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങിലാണ് പ്രദേശത്തെ പാവങ്ങളുടെ അത്താണിയായി മാറിയ ഷറഫുദ്ദീനെ CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് വി മോഹൻദാസ് പൊന്നാടയിട്ട് ആദരിച്ചത്. EK ജയൻ, M ഷീജ, അശോകൻ, ജെയിംസ്, KM ജുനൈദ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നേരത്തെ TT ജിസ്മോൻ ഏരിയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന പദ്ധതിയുടെ ഭാഗമായി മത്സ്യമേഖലയിലെ ഗുണഭോക്താക്കളുടെ രജിസ്റ്റർ തയ്യാറാക്കുന്ന അപേക്ഷാ സമാഹരണത്തിനുള്ള ജില്ലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA H. സലാം ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന പദ്ധതിയുടെ ഭാഗമായി മത്സ്യമേഖലയിലെ ഗുണഭോക്താക്കളുടെ രജിസ്റ്റർ തയ്യാറാക്കുന്ന അപേക്ഷാ സമാഹരണ ജില്ലാതല ക്യാമ്പ് സംഘടിപ്പിച്ചു. പുന്നപ്ര EMS കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ജില്ലാതല ക്യാമ്പ് അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. അതായത് ഇന്ത്യ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ചില നോംസുകൾ അത് പാലിച്ചുകൊണ്ട് ആ സ്കീമുകളൊക്കെ വിജയകരമായി നടപ്പാക്കുന്നതിൽ ഏറ്റവും നല്ല എഫിഷ്യൻസി കാണിക്കുന്ന ജില്ലയായിട്ട് നമ്മുടെ ജില്ല മാറിയിട്ടുണ്ട്. നമ്മൾ നടപ്പാക്കപ്പെടുന്ന പദ്ധതികൾ നമ്മുടെ സമൂഹത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് കാര്യമായി ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ രാജ്യത്തിന് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്റ്റേറ്റായും അതിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജില്ല നമ്മുടെ കേരളത്തിലെ ജില്ലയെ തിരഞ്ഞെടുക്കാനൊക്കെ കഴിയുന്ന ഒരു മികച്ച നിലവാരത്തിലേക്ക് നമ്മൾ നാടെത്തപ്പെട്ടത് ഇത് മെച്ചമായി നടപ്പാക്കാൻ കഴിയുന്ന സന്ദർഭത്തിലാണ്. ഇത് നമുക്ക് ധാരാളം കുറവുകൾ നമുക്ക് കാണാം. ജില്ലയിൽ മത്സ്യോത്പാദനത്തിന് കടമെടുക്കുമ്പോൾ ആന്ധ്രയാണ് 1ാം സ്ഥാനത്ത് ഉള്ളത്, നമ്മളിപ്പോൾ 3ാം സ്ഥാനത്താണ്. പണ്ട് നമ്മൾ 2ാം സ്ഥാനത്തായി. അതില് മത്സ്യമേഖലയിൽ ബില്ല് മാറ്റാനുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡാറ്റ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് കാണാൻ കഴിയൊരു കാര്യം, നമ്മുടെ കേരളത്തെ ആകെ മത്സ്യകൃഷിക്ക് മത്സ്യോത്പാദനത്തിന് പാകമാകുന്ന നമ്മുടെ ജനത്തിന്റെ അളവ് കണക്കാക്കുമ്പോൾ ഏറെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ലളിതമായ വ്യവസ്ഥയിൽ നൽകാൻ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ലഭ്യമാക്കണമെന്ന് H. സലാം അഭിപ്രായപ്പെട്ടു. നാഷണൽ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം മുഖേന നടപ്പിലാക്കുന്ന വിവിധ സേവനങ്ങൾ സംബന്ധിച്ച് അവബോധം മത്സ്യ കർഷകരും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടുന്ന മത്സ്യ ഉൽപാദകരുടെയും അനുബന്ധ മേഖലകളിലെ തൊഴിലാളികളുടെയും ഡിജിറ്റൽ രജിസ്ട്രേഷൻ, ധനസഹായം, മത്സ്യ കർഷകർക്ക് ഇൻഷുറൻസ്, പരിരക്ഷ, പരിശീലന പരിപാടികൾ, വിപണന സഹായം, നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ സേവനം എന്നിവ ലഭ്യമാക്കിയ ക്യാമ്പിൽ മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കുള്ള വായ്പാ പദ്ധതി, മത്സ്യകൃഷി ഇൻസെന്റീവ്, മത്സ്യ വാല്യൂ ചെയിൻ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് മൈക്രോ സംരംഭങ്ങൾക്ക്, സ്വയം സഹായ സംഘങ്ങൾക്കും സഹകരണ സംഘങ്ങൾക്കുമുള്ള പെർഫോമൻസ് ഗ്രാന്റ്, മത്സ്യ ഉൽപ്പന്ന സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിക്കാനും വിപുലീകരിക്കാനും മൈക്രോ സംരംഭങ്ങൾക്കും കുടുംബശ്രീക്കാർക്കും ചെറുകിട സംരംഭങ്ങൾക്കുമുള്ള പെർഫോമൻസ് ഗ്രാന്റ് പദ്ധതി എന്നിവ ക്യാമ്പിൽ പരിചയപ്പെടുത്തി. പുന്നപ്ര EMS കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പദ്ധതിയുടെ നോഡൽ ഓഫീസർ H. സലീം അധ്യക്ഷത വഹിച്ചു. NFDP എക്സിക്യൂട്ടീവ് KM ദിബിൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ്, പഞ്ചായത്ത് അംഗം പ്രസന്ന കുഞ്ഞുമോൻ, ശ്രീലത, PR പ്രസീത, എലിൻ മാരാൻ, സമ്പത്ത്, MS നടരാജൻ എന്നിവർ സംസാരിച്ചു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ മിലി ഗോപിനാഥ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കടൽ ഖനനം നടത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്നും ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം നിർത്താൻ സംസ്ഥാന സർക്കാരും തയ്യാറാകണമെന്ന് ധീവരസഭ ജനറൽ സെക്രട്ടറി V. ദിനകരൻ ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കടൽ ഖനനം നടത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഉപേക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലം, ആലപ്പുഴ ജില്ലകളുടെ തീരപ്രദേശങ്ങളിൽ നടത്തുന്ന കരിമണൽ ഖനനം സംസ്ഥാന സർക്കാരും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഈ മാസം 27 നടത്തുന്ന തീരദേശ ഹർത്താൽ വിജയിപ്പിക്കാൻ എറണാകുളത്ത് കൂടിയ ധീവരസഭ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 27 നടത്തുന്ന ഹർത്താലിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം കടൽ മണൽ ഖനനം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ സുപ്രധാനമാണ് കേരളത്തിലെ കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നടത്തുന്ന കരിമണൽ ഖനനം. അപ്പോൾ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം കടൽ മണൽ ഖനനം ഉപേക്ഷിക്കുകയും കരിമണൽ ഖനനം അവസാനിപ്പിക്കുകയും ചെയ്യുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഞങ്ങൾ ഫെബ്രുവരി 27 നടക്കുന്ന ഹർത്താലിൽ പങ്കാളികളാകുന്നത്. 2002 ഉണ്ടാക്കിയ ഓഫ് ഷോർ ഏരിയ മിനറൽ ആക്ട്
ഈ നിയമം ഭേദഗതി ചെയ്യാനായിട്ട് 2017 പാർലമെന്റിൽ ബില്ല് 8114 കിലോമീറ്റർ തീരപ്രദേശമുള്ള ഇന്ത്യയിൽ 7517 കിലോമീറ്റർ തീരക്കടലിൽ ലേലത്തിലൂടെ 50 വർഷത്തേക്ക് ഖനനാനുമതി സ്വകാര്യ കമ്പനികൾക്ക് നൽകാൻ തീരുമാനിക്കുകയും ഇതിനായി 2002 ഓഫ് ഷോർ ഏരിയാസ് മിനറൽ നിയമത്തിൽ വരുത്തിയ ഭേദഗതി 2017 പിൻവലിച്ചതുപോലെ മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭാവിയെ ഓർത്ത് പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും ധീവർസഭ സംസ്ഥാന കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടതായും അവർ പറഞ്ഞു. കടലിന്റെ ആവാസ വ്യവസ്ഥയെയും പരിസ്ഥിതിയെയും മത്സ്യസമ്പത്തിന്റെ ഉൽപാദനത്തെയും മത്സ്യസമ്പത്തിന്റെ സുസ്ഥിരതയെയും ബാധിക്കുന്ന കടൽ മണൽ ഖനനം നടത്താനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കണമെന്നും തീരദേശവാസികളെ ഉന്മൂലനം ചെയ്യുന്ന ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം നിർത്തിവെക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറാകണമെന്നും ധീവരസഭ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ധീവരസഭ ജനറൽ സെക്രട്ടറി വി ദിനകരൻ, സംസ്ഥാന സെക്രട്ടറി NR ഷാജി, അമ്പലപ്പുഴ താലൂക്ക് പ്രസിഡന്റ് പ്രദീപ്, താലൂക്ക് സെക്രട്ടറി R സജിമോൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ പഴയ നടക്കാവ് റോഡിൽ തെരുവുനായ്ക്കൾ രൂക്ഷമായിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ കടലാസിൽ മാത്രമായതായി നാട്ടുകാരുടെ ആക്ഷേപം. നിത്യേന 100 കണക്കിന് വിദ്യാർത്ഥികളടക്കം കാൽനടയായും അല്ലാതെയും യാത്ര ചെയ്യുന്ന റോഡിലാണിപ്പോൾ തെരുവുനായ്ക്കൾ ഭീഷണിയായി നിൽക്കുന്നത്. നിർധനരും നിലാരംബരുമായ കുടുംബത്തിന് തലചായ്ക്കാൻ കെട്ടുറപ്പുള്ള വീട് വെച്ച് നൽകി പ്രവർത്തകർ രംഗത്ത്. മുസ്ലിം ലീഗ് പുന്നപ്ര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പുന്നപ്ര സ്വദേശി യൂസഫ് കുഞ്ഞിന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകിയത്. ലീഗ് ജില്ലാ ട്രഷറർ കമാലം മാക്കിയിൽ പുതിയ ഗൃഹത്തിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി. ആലപ്പുഴ പുന്നമടയിലെ ഹൗസ് ബോട്ട് ടൂറിസം സംരക്ഷിക്കാൻ സർക്കാർ നടപടി കൈക്കൊള്ളണമെന്ന പ്രമേയവുമായി CPI ആലപ്പുഴ ജില്ലാ കോടതി ലോക്കൽ സമ്മേളനം നടത്തി. CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് വി മോഹൻദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി N ഷജീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പോസിറ്റീവ് കമ്മ്യൂൺ വാരാഘോഷത്തിന്റെ ഭാഗമായി ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. പോസിറ്റീവ് കമ്മ്യൂൺ ആലപ്പുഴ ചാപ്റ്ററിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തകനായ ആലപ്പുഴ സ്വദേശി നൌഷാദ് അത്താഴക്കൂട്ടത്തെ വീട്ടിലെത്തി ആദരിച്ചത്. ജാതിമത ഭേദമന്യേ തന്റെ പ്രദേശത്തെ 100 കണക്കിന് ജനങ്ങൾ കത്താണിയായി മാറിയ ജീവകാരുണ്യ പ്രവർത്തകൻ PA ഷറഫുദ്ദീനെ ആദരിച്ചു. പ്രധാനമന്ത്രി മത്സ്യകിസാൻ സമൃദ്ധി സഹയോജന പദ്ധതിയുടെ ഭാഗമായി മത്സ്യമേഖലയിലെ ഗുണഭോക്താക്കളുടെ രജിസ്റ്റർ തയ്യാറാക്കുന്ന അപേക്ഷ സമാഹരണത്തിനുള്ള ജില്ലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. H സലാം MLA ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.